പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയ ലൗദി ഖുർആൻ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉറങ്ങുമ്പോഴുള്ള മര്യാദകളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് 3 മിനിറ്റ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഉറക്ക് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, സൂറത്തുൻ നബയിൽ, വജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്ക് നാം ഒരു വിശ്രമമാക്കി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നിരിക്കുന്നു. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ചില മര്യാദകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസിലൂടെ. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് വിളക്ക് അണക്കുക, തീ കെടുത്തുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കാരണം പറഞ്ഞത് ഒരു ഹദീസിലൂടെ വ്യക്തമാണ്. ഇപ്രകാരം അല്ലെങ്കിൽ എലി വിളക്കിൻ്റെ തിരി വലിക്കുകയും അതുപോലെ അതുകൊണ്ട് തീ വീട്ടുകാരെ കത്തിക്കുകയും ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പോൾ മാത്രമല്ല, പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് കതകുകൾ അടക്കണം, ഭക്ഷണപാനീയങ്ങൾ മൂടി വെക്കണം. അതുപോലെ തന്നെ ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം ഇത്. പാനീയങ്ങൾ അടക്കുക, ഭക്ഷണങ്ങൾ മൂടി വെക്കുക, കതകടക്കുക. ഇങ്ങനെ ബിസ്മി ചൊല്ലിക്കൊണ്ട് നിർവഹിക്കുകയാണെങ്കിൽ ശൈത്താൻ മൂടി തുറക്കാനോ കെട്ടഴിക്കാനോ വാതിൽ തുറക്കാനോ കഴിയുകയില്ല എന്ന് ചില നിവേദനങ്ങൾ നമ്മെ അറിയിക്കുന്നു. അതുപോലെ തന്നെ കമിഴ്ന്ന് കിടക്കാൻ പാടില്ല, പുരപ്പുറത്ത് കിടക്കാൻ പാടില്ല, ഉപദ്രവങ്ങളുള്ള സ്ഥലത്ത് കിടക്കാൻ പാടില്ല. ഇത് നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുപോലെ വുളു എടുത്തുകൊണ്ടായിരിക്കണം ഒരു പൗരൻ ഉറങ്ങേണ്ടത്. ഒരു വിശ്വാസി വുളു എടുത്ത് ശുദ്ധിയോടുകൂടി ഉറങ്ങുക. ശുദ്ധിയുള്ളവനായി ഉറങ്ങിയാൽ തൻ്റെ വസ്ത്രത്തിലൊരു മലക്ക് കഴിച്ചു കൂട്ടുകയും ചെയ്യും. അതുപോലെ മലക്ക് പറയും, അല്ലാഹുവേ, നിൻ്റെ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണമേ, അവൻ ശുദ്ധിയോടെയാണ് രാത്രി കഴിച്ചു കൂട്ടിയത് എന്ന്. അതുപോലെ 3 പ്രാവശ്യം കിടക്കുമ്പോൾ വിരിപ്പ് കുടയണം. അതിന്മേൽ എന്താണുള്ളതെന്ന് അവൻ അറിയില്ല എന്ന് ബുഖാരിയിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസാണ്. അതുപോലെ വലതു ഭാഗം ചെരിഞ്ഞു കിടക്കുക, കൈ വലത് കവിളിൽ വെക്കുക, ദിക്റ് ചൊല്ലുക. സൂറത്ത് ആയത്തുൽ കുർസി, സൂറത്ത് ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി ഇതൊക്കെ കയ്യിൽ ഊതി ശരീരം തടവിക്കൊണ്ട് കൈകൾ കൊണ്ട് തടവിയിട്ട് കിടക്കുക. അതുപോലെ ദുആ ബിസ്മില്ലാഹി അമൂതു വഅഹ്യ എന്ന് പറഞ്ഞ് കുറേ ദുആകളുണ്ട്, അതൊക്കെ അറിഞ്ഞു, അതൊക്കെ പഠിക്കണം. അങ്ങനെ ആകുമ്പോൾ നേരം വെളുക്കുവോളം ശൈത്താൻ അവനെ അടുക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതുപോലെ അവസാന 2 ആയത്തുകൾ, ആമന റസൂൽ, അൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത് നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. അത് ചൊല്ലി അതൊരു ദുആയാണല്ലോ, റബ്ബനാ ആഖിദനാ ഇൻ നസീനാ, അത് ചൊല്ലണം. അതുപോലെ അത് കാർനോമിൽ ഒരുപാട് ദിക്റുകളുണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ഏതൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ നബിയുടെ സുന്നത്തനുസരിച്ചായിരിക്കണം നമ്മൾ കിടക്കുന്നത്. അതേപോലെയാണോ നമ്മൾ വുളു എടുത്തോ ഉറങ്ങുമ്പോൾ? അതുപോലെ തന്നെ ഞാൻ ഇതൊക്കെ വെറുതെ അങ്ങോട്ട് വന്ന് കിടന്ന് മൊബൈലിൽ നോക്കി കിടക്കുന്നൊരവസ്ഥയാണ് ഇന്ന് നമ്മുടെ മക്കൾക്കൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നാം പഠിക്കുകയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും നമ്മുടെ തലമുറകളെ അറിയിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ഉപദേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.